യമഹ എന്ന് പറയുന്നത് ഓഡിയോ ലോകത്ത് എപ്പോഴും ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഒരു കമ്പനിയാണ്, ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ യമഹയുടെ DZR-12 എന്ന് പറയുന്ന ഒരു സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2000 വാട്ട്സ് ഉണ്ട്, 139 dBSPL, വിച്ച് ഈസ് വെരി ഗുഡ്. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് അത്യാവശ്യം നല്ല ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്, 39 ഹെർട്സ് ടു 20 kHz ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നല്ലൊരു കവറേജ് നമുക്ക് കിട്ടാം. ഹൊറിസോണ്ടൽ 90 ഡിഗ്രി കവറേജ്, വെർട്ടിക്കൽ 60 ഡിഗ്രി കവറേജ്. ഇത് പുറകിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു DSP, ഇപ്പം അറിയാം എല്ലാ സ്പീക്കറുകളൊക്കെ തന്നെ DSPയിലാണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ വോളിയം കൺട്രോൾ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഹൈ പാസ് ഫിൽറ്റർ, നിങ്ങൾക്ക് ഒരു സബ് യൂസ് ചെയ്യണമെങ്കിൽ ഹൈ പാസ് നമുക്ക് ഓൺ ചെയ്ത് സെപ്പറേറ്റ് ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ല FOH ആയിട്ട് നമുക്ക് ഒരു DSP ഉള്ള എല്ലാ സ്പീക്കറുകളൊക്കെ കാണുന്ന പോലെ തന്നെ നോർമൽ മോഡലിൻ്റെ FOH ഉണ്ട്, മോണിറ്റർ ഉണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും ഇഷ്ടമായത് FOH ആണ്, ബിക്കോസ് ഇറ്റ് സൗണ്ട്സ് ഗുഡ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഡിലേ, ഇപ്പം ഡിലേ സ്റ്റേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻറ്റ് മീറ്ററിലും ഫീറ്റിലും കാണിക്കും. നമുക്ക് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി, ഡിലേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട് യമഹ. പിന്നെ നമുക്കിവിടെ ഔട്ട്പുട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് 2 ഇൻപുട്സ് ആണ് വരുന്നത്, ഇൻപുട്ട് 1, ഇൻപുട്ട് 2. ഇത് വേണമെങ്കിൽ ഒരു സ്റ്റീരിയോ ഔട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ത്രൂ ഔട്ട്പുട്ടാണ്, അതായത് വേറൊരു സ്പീക്കറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ആസ് യൂഷ്വൽ വോളിയം കൺട്രോൾ, പവർ ബട്ടൺസ്. പിന്നെ ഇതിലൊരു സവിശേഷത, ഇതൊരു വുഡൻ ബോഡിയാണ് കേട്ടോ. ഇതൊരു നമുക്കൊരു പ്ലാസ്റ്റിക് ബോഡി അല്ലെങ്കിൽ ഫൈബർ ബോഡി എന്നല്ല, വുഡൻ ബോഡിയാണ്. അതിൻ്റെ ഒരു ടോണൽ ക്വാളിറ്റി, എഞ്ചിനീയേഴ്സൊക്കെ വുഡൻ ബോക്സുകളുടെ ഫേവറേറ്റ് എന്താ പറയുക ഫാൻസാണ്. നല്ല ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിലും വുഡൻ ബോക്സുകൾ എപ്പോഴും നല്ല ടോൺ നമുക്ക് തരും. കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലാണ്, ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതൊരു വർത്ത് പീസ് ഓഫ് എക്യുപ്മെൻ്റ് ആണ്.